ഹലോ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ആ ന്യൂ സെഷൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഹെൽത്തി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ക്ലാസ്സൊക്കെ വൈൻഡ് അപ്പ് ചെയ്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടാവാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. എന്ത്? കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒട്ടും വൈകിപ്പിക്കാതെ ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഒരിക്കലും IC എന്ന എക്സാമിൽ എഴുതിയേക്കല്ലേ. ഓക്കെ, 1872 യൂണിറ്റ് നമ്പർ 9 അതായത് ഏജൻസി എന്ന് പറയുന്ന ഒരു യൂണിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അറൗണ്ട് 23 ഏപ്രിൽ 2023 ഇത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, മെയ് ജാനുവരി 2024 അറ്റംപ്റ്റ് മുതലാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് വന്നത്. അതായത് പറയുകയാണെങ്കിൽ ഒരു ന്യൂ സ്കീമിൽ നിന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഈ ഒരു യൂണിറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ സെയിം സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 മ്യൂച്വൽ ഏജൻസി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോഴേ പഠിച്ചു പോയാൽ എന്താണ്? പാർട്ട്ണർഷിപ്പ് ആക്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ ഇന്നത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ കണ്ടപ്പാട് ചാടിക്കറി എഴുതരുത്. ഇത് എത്ര മാർക്കിനാണ് എന്ന് ഡിസ്കസ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് 3 മാർക്കാണ്. ഒരു സിനാരിയോ ബേസ് ചോദിച്ചിട്ട് നമ്മുടെ ഒപ്പീനിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യണം? നമ്മൾ 3 സ്റ്റെപ്പിലായിരിക്കും ഇത് ആൻസർ ചെയ്യേണ്ടത്. പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ. ഓക്കെ, 3 മാർക്ക് ആയതുകൊണ്ട് തന്നെ 1 1 1. ഓക്കെ, 1 മാർക്ക് ഈച്ച് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എത്ര മാർക്കാണെന്ന് എഴുതി മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? രാഹുൽ, എ ട്രാൻസ്പോർട്ടർ, വാസ് എൻട്രസ്റ്റഡ് വിത്ത് ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ട് ടൊമാറ്റോസ് ഫ്രം റൂറൽ ഫാം ടു എ സിറ്റി ബൈ അശ്വിൻ. അപ്പോൾ എന്താ നടക്കുന്നത്? അശ്വിൻ എന്ന് പറയുന്ന വ്യക്തി രാഹുലിന് എന്ത് ചെയ്തു? ഒരു ഡ്യൂട്ടി കൊടുത്തു. എന്ത്? റൂറൽ ഫാമിൽ നിന്ന് സിറ്റിയിലേക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം. എന്താ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? ടൊമാറ്റോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ മനസ്സിലായി. ഡ്യൂ ടു ഹെവി റെയിൻസ് രാഹുൽ വാസ് സ്ട്രാൻഡഡ് ഫോർ മോർ ദാൻ 2 days. എന്ത് ചെയ്തു? കുറച്ച് മഴ കാരണം ആൾക്ക് യാത്ര തുടരാൻ വേണ്ടി പറ്റില്ല. എന്ത് ചെയ്തു? 2 ദിവസത്തേക്ക് 2-ൽ കൂടുതൽ ദിവസത്തേക്ക് ആൾ എന്ത് ചെയ്തു? യാത്ര നിർത്തി വെക്കേണ്ടി വന്നു. ഓക്കെ, Rahul sold the tomatoes below the market rate in the nearby market where he has stranded, fearing that tomatoes may perish. അപ്പോൾ എന്ത് ചെയ്തു? ഇയാൾ എന്ത് ചെയ്തു? ഇവിടെയാണോ നിന്നത്? അപ്പോൾ ആൾക്ക് മനസ്സിലായി ടൊമാറ്റോസ് എന്താണ് ട്രാൻസ്പോർട്ട് ടൊമാറ്റോസ് എന്താണ്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് അല്ലേ ടൊമാറ്റോസ്. അത് പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഇല്ല, ചീഞ്ഞു പോകത്തില്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആൾക്ക് മനസ്സിലായത് ഇപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ ടൊമാറ്റോസ് തക്കാളി എത്ര ഇവിടെ നശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആളെന്ത് ചെയ്തു? ബിലോ മാർക്കറ്റ് റേറ്റിൽ ഇയാൾ വിറ്റു. ഇപ്പോൾ എക്സാമ്പിൾ ടൊമാറ്റോസിന് കിലോ 26 ആണെങ്കിൽ ഇയാൾ എന്ത് ചെയ്തു? 20 രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ കിലോ തക്കാളിക്ക് 26 ആണെന്ന് അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ആളെന്ത് ചെയ്തു? വിറ്റു, ബിലോ മാർക്കറ്റ് റേറ്റിന് വിറ്റു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്യാൻ അശ്വിൻ റിക്കവർ ദ ലോസ് ഫ്രം രാഹുൽ ഓൺ ദ ഗ്രൗണ്ട് ദ രാഹുൽ ഹാസ് ആക്റ്റഡ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ അശ്വിന് രാഹുലിൻ്റെ അടുത്ത് ആ നഷ്ടം വന്നില്ലേ, നഷ്ടം റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എന്തുകൊണ്ട്? ഹി ഹാസ് ആക്റ്റഡ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. അപ്പോൾ ആളോട് എന്താ പറഞ്ഞത്? ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് എന്തിട്ടില്ല, വിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ എബവ് അതോറിറ്റിയിൽ, ബിയോണ്ട് ദ അതോറിറ്റിയിൽ ആൾ സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ലോസ് എന്ത് ചെയ്യാൻ പറ്റുമോ? റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആർക്ക്? അശ്വിൻ. ആരുടെ അടുത്ത് നിന്ന്? രാഹുലിൻ്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഏത് പ്രൊവിഷനാണ് വരുന്നത് അറിയോ? എന്തായാലും ഇന്ന് ഞാൻ ഓൾറെഡി ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏജൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലേ? എന്തായിരിക്കും ഇന്നത്തെ പ്രൊവിഷൻ വരുന്നത്? ഇത് പ്രൊവിഷൻ ഒന്നുമല്ല,
ഏജൻസ് അതോറിറ്റി ഇൻ കേസ് ഓഫ് എമർജൻസി. ഈ ഒരു ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊവിഷൻ വരുന്നത്. ഇത് തന്നെയല്ല നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയായിട്ട് ആൻസർ ചെയ്യേണ്ടത് എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടാക്കും അല്ലേ? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ ആൻസർ ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇന്നത്തെ ഈ സെഷൻ നമ്മൾ കാണേണ്ടത്. ഓക്കെ, അല്ലാതെ തന്നെ ഇത് ഏജൻസി അതോറിറ്റി ഇൻ കേസ് ഓഫ് എമർജൻസി മനസ്സിലായി. ഇനി കുറച്ച് ആൾക്കാരുവാണെങ്കിൽ ഈ എമർജൻസി സിറ്റുവേഷനിലുള്ള എല്ലാ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടാകും, വേണ്ടതും വേണ്ടാത്തതും എല്ലാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് എത്രയാണ് വേണ്ടത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നിന്ന് എഴുതുന്ന, ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ എന്ത് ചെയ്യണം, സെൻറ്ററിൽ എഴുതുന്നു ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ. എത്രയാണോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നു. ഒരു മാർജിൻ ഉണ്ടെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ ഇടാം, അതും സബ് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സ്റ്റാർട്ടിങ് പറയുന്ന പോലെ എപ്പോഴും എഴുതുന്ന പോലെ പ്രൊവിഷൻ കൊണ്ട് നമ്മൾ ഹെഡിങ് കൊടുത്തു. ഓക്കെ, എന്താണ് പ്രൊവിഷൻ വരുന്നത്? as per the provision of Indian Contract Act 1872 പ്രകാരം in case of emergency an agent has an authority to do such an act that would help the principal from incurring loss as done in an ordinary case business or under any other circumstances. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊവിഷൻ വരുന്നത്. എന്താ പറയുന്നത്? ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഇൻ കേസ് ഓഫ് എമർജൻസി പറയുന്ന in case of emergency, okay, an agent has an authority to do such an act that would help the principal from incurring loss as done in ordinary case of business, അതായത് ഓർ ഇൻ എനി സർക്കംസ്റ്റൻസ്. അതായത് ഒരു സാധാരണ രീതിയിൽ തൻ്റെ പ്രിൻസിപ്പാളിന്, കാരണം ഏജന്റ് ഉണ്ടെങ്കിൽ ഏജന്റിൻ്റെ പ്രിൻസിപ്പാളുണ്ട്, ആ പ്രിൻസിപ്പാളിന് ബിസിനസ്സിൽ നിന്ന് നഷ്ടം വരുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഏജന്റിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൾക്ക് അതോറിറ്റി ഉണ്ട്. കാരണം ആളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഏജന്റിനെ എന്ത് ചെയ്യണം, ആ പ്രിൻസിപ്പാളിന് നഷ്ടം വരുന്നു എന്ന് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം, ആൾക്ക് എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റുക, അതായത് ആളെ ലോസ് വരുന്നത് എങ്ങനെയാണോ തടയാൻ വേണ്ടി പറ്റുക, അതൊക്കെ എന്ത് ചെയ്യാം, ആ ഏജന്റിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ദോ ഹി ഡസ് നോട്ട് ഹാവ് എൻ അതോറിറ്റി, ആളോട് അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ പ്രിൻസിപ്പാളിനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ചെയ്യാം. ഓക്കെ, ഇപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊവിഷൻ മനസ്സിലായി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം,
എന്തായിരിക്കും ഇതിൻ്റെ അനാലിസിസ്? ഫാക്ട് എന്നാണ് നോക്കുക. ഫാക്ട്സ്, ഞാൻ ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വാരി വെച്ച് എഴുതരുത്, ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിരിക്കും നമ്മൾ എന്താ വേണ്ടി ഈ ഫാക്ട് എഴുതാൻ വേണ്ടി. ഓക്കെ, എന്തായിരിക്കും ഫാക്ട്സ്? ഇൻ ദിസ് കേസ് രാഹുൽ transporter was asked to transport tomatoes from rural farm to city by അശ്വിൻ. അശ്വിൻ അല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്? ബൈ അശ്വിൻ. ഓക്കെ, ഡ്യൂ ടു സഡൻ റെയിൻ രാഹുൽ was stranded from transporting the tomatoes. Okay, and he sold the tomatoes below the market price, fearing that the tomatoes may perish. ഓക്കെ, രാഹുൽ ട്രാൻസ്പോർട്ട് ചെയ്ത് അശ്വിൻ എന്ത് രാഹുൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മഴ കാരണം എന്ത് ചെയ്തു? ഇയാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. തക്കാളി ആയത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആയത് കൊണ്ട് തന്നെ ഇയാൾക്ക് തോന്നിയത് നശിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്തു ബിലോ മാർക്കറ്റ് പ്രൈസിൽ ആൾ സെയിൽ ചെയ്തു. ഇതല്ലേ നമ്മൾ സിനാരി വരുന്നത്. ഓക്കെ, നമുക്കത് ചെയ്യാം. കൺക്ലൂഷൻ എന്തായിരിക്കും? ആസ് പെർ above provision പ്രകാരം, since Rahul has acted in emergency, Ashwin cannot recover the loss from Rahul saying that he had acted beyond his authority. അപ്പം as per the provision, since Rahul has acted Ashwin in emergency, Ashwin cannot recover the loss from Rahul, saying that he had acted beyond his authority. അപ്പോൾ എന്ത് ചെയ്യാം? അതോറിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അശ്വിന് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പൈസ എത്രയാണോ നഷ്ടം അത് ഈടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊവിഷനും കൺക്ലൂഷനും പ്രൊവിഷൻ ഫാക്ട് കൺക്ലൂഷൻ, അതായത് ഏജൻസി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് ചെയ്യാം. 1 മാർക്ക്, 1 മാർക്ക് ഫോർ പ്രൊവിഷൻ, 1 മാർക്ക് ഫോർ ഫാക്ട്സ്, 1 മാർക്ക് ഫോർ കൺക്ലൂഷൻ. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നമുക്കെന്ത് ചെയ്യാം?
ഇത് ഇതുപോലെ തന്നെയാണ് ഉള്ളത് നമുക്ക് നോക്കണ്ട, കാരണം നമ്മൾ എഴുതിയ സജസ്റ്റർ ആൻസർ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കാലോ. സോ ഹെഡിങ് കൊടുത്ത് പാർട്ട്നേഴ്സ് ഏജൻസ് അതോറിറ്റി ഇൻ എമർജൻസി ഹെഡിങ് കൊടുത്തു. ഓക്കെ, നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഏജൻസ് ആസ് പെർ സെക്ഷൻ 189 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെക്ഷൻ അറിയില്ലേ, എഴുതണ്ട. An agent has an authority in an emergency to do all such act for the purpose of protecting his principal from losses as would be done by a person of ordinary prudence in his own case under similar circumstances. അതായത് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്ന ഒരു ഏജന്റിന് ഒരു പ്രിൻസിപ്പാളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഏജന്റ് തൻ്റെ പ്രിൻസിപ്പാളിനെ സേവ് ചെയ്യണം. ഈ സെയിം സംഭവം നമ്മൾ എന്നിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ട് എന്താണ്, ഇൻ കേസ് ഓഫ് എമർജൻസി ആൻ ഏജന്റ് ഹാസ് എൻ അതോറിറ്റി ടു ഡു സച്ച് ആൻ ആക്ട് ദാറ്റ് വുഡ് ഹെൽപ്പ് ദ പ്രിൻസിപ്പൽ ഫ്രം ഇൻകറിങ് ലോസസ് ആസ് വുഡ് ഡൺ ഇൻ എൻ ഓർഡിനറി കേസ് ഓഫ് ബിസിനസ്. ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ചിന്തിക്കേണ്ട കേസുണ്ട്. പ്രിൻസിപ്പാൾ ഇത് എഴുതണം. ഓക്കെ, ഇതാണ് എഴുതേണ്ടത്. ഇൻ കേസ് നമ്മൾ ഓരോരുത്തർക്ക് ഡൗട്ടിൽ എഴുതി ടെൻഷൻ പ്രകാരം ഇങ്ങനെ എഴുതും. എന്താണ്, പ്രിൻസിപ്പിൾ എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കുറക്കും. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ ബി കെയർഫുൾ. നമ്മൾ എഴുതുന്ന വേർഡ്സ് എന്താണ്, ഇറ്റ് മസ്റ്റ് ബി ലെജിബിൾ. ആൾക്ക് മനസ്സിലാകണം എന്താണ് നമ്മൾ എഴുതിയെന്ന്. ഓക്കെ, അടുത്തത് ആൻസർ പ്രസന്റ് കേസ്. ഇൻ ദ given കേസ് എന്താണ്, രാഹുൽ ദ ട്രാൻസ്പോർട്ട് entrusted the duty of transport tomatoes was stranded for more than 2 days due to heavy rains. രാഹുൽ sold the tomatoes below the market rate. ഓക്കെ, നമ്മൾ വൃത്തിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫാക്റ്റ് നമ്മൾ വൃത്തിക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അഥവാ അതും കുഴപ്പമില്ല. എന്താണ് കൺക്ലൂഷൻ എന്തായിരുന്നത്, കൺക്ലൂഷൻ എന്തായിരിക്കും, since Rahul acted in emergency, Ashwin cannot recover the loss from Rahul on the ground that he has acted beyond his authority. അപ്പോൾ എന്ത് ചെയ്യണമെന്ന്, രാഹുൽ എമർജൻസി കേസിൽ ആക്ട് ചെയ്ത് കൊണ്ട് തന്നെ രാഹുൽ ബിയോണ്ട് അതോറിറ്റിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോസ് റിക്കവർ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ നിർത്തിക്കുന്നുണ്ട്. Since Rahul has acted in emergency, Ashwin cannot recover the loss from Rahul, saying that he had acted beyond his authority. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആളോട് ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ യൂണിറ്റ് 1 to 9 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ യൂണിറ്റും 1 to 9 വരെയുള്ള എല്ലാ യൂണിറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരികയാണെങ്കിൽ ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് അറൗണ്ട് 40 to 45% മാർക്സ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 40 to 45 മാർക്സ് വരെ നമ്മൾ എക്സാമിന് എത്ര വരുന്നത്, 100 മാർക്സിനാണ് വരുന്നത് അല്ലേ. അപ്പോൾ 40 to 45 മാർക്സ് വരെ നമ്മൾ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് എന്ത് വരുന്നത്, ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നത്. ഓക്കെ, മാത്രമല്ല നമ്മൾ എക്സാം പോയിന്റിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന അറൗണ്ട് 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, 6 ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് ഫസ്റ്റ് ടൈം എഴുതുന്നവരാണെങ്കിൽ 6 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായാലും കമ്പൽസറി ക്വസ്റ്റ്യൻ, അത് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, എന്തായാലും അറ്റൻഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇനി 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കമ്പൽസറി നമ്മൾ എന്തായാലും എഴുതിയിരിക്കണം, അറ്റൻഡ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും കമ്പൽസറി അറ്റൻഡ് ചെയ്തിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 മെയിൻലി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായാലും നമ്മളെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അത്രക്കും വെയിറ്റ്, അത്രക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ചാപ്റ്റർ. ഇനി ആരെങ്കിലും ഇന്ത്യൻ കോൺട്രാക്ട് വലിയ യൂണിറ്റാണ്, 50 യൂണിറ്റ് ഉണ്ട്. ബാക്കി സൈഡിലെ ഗുഡ്സ് ആക്ട് പാർട്ണർഷിപ്പ് ഒക്കെ ചെറിയ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ അങ്ങനെ മടക്കി വെച്ച് പോക്കറ്റിലേക്ക് ഇട്ടോ കേട്ടോ. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. നേരത്തെ പറഞ്ഞ അറൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്ന 40 to 45 മാർക്സിന് എന്ത് ചെയ്യുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ചോദിക്കും. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭാവിയിൽ നമുക്ക് ഇൻ്റർലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ചാപ്റ്ററൊക്കെ. എന്ത് ചെയ്യണം,
നമ്മൾ ഒരു കാരണവശാലും ഈ യൂണിറ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് 1 to 9 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ യൂണിറ്റുമായിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വർക്ക്ഷോപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഫോർ ടുഡേ സെഷൻ. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഐ ഹോപ്പ് ഫോർ ബെസ്റ്റ് ഓഫ് ലൈക്ക് നിങ്ങളുടെ അപ്കമിങ് ജേർണി നിങ്ങളുടെ നല്ല രീതിയിൽ പോട്ടെ എന്ന് കരുതുന്നു. സോ ദിസ് ഇസ് ജാസിർ സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.